ഡോക്ടർ ജി വി ഹരി, ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നത് എന്താണെന്നറിയോ? ഒരു ഇൻറ്റേർണൽ എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയോ? അന്വേഷണ ഫലം എന്താണെന്നറിയാമോ? അതായത് സംഭവ സ്ഥലത്ത് വരുന്നതിന് മുമ്പ് തന്നെ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറിൻ്റെ ചില്ല് പൊട്ടിയിരുന്നു എന്ന്. അത് ചില സഖാക്കൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്രയാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ നിങ്ങൾ ആ സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകുന്നതാവും. പക്ഷേ കേസിൻ്റെ ഗുരുതര സ്വഭാവം കേരള പോലീസിന് ഇപ്പോഴെങ്കിലും മനസ്സിലാവേണ്ടതല്ലേ, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതല്ലേ? അതിനുള്ളൊരു ചെറിയ എളിയ ശ്രമമെങ്കിലും നടത്തേണ്ടതല്ലേ? അല്ല, ഇതിനകത്ത് ശ്രീ ആഷിം അരിയിൽ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, അദ്ദേഹത്തിൻ്റെ പേരിൽ മാത്രമാണ് ഈ അരി ആഹാരം കഴിക്കുന്ന കേരളത്തിലെ മലയാളികളെല്ലാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല. അദ്ദേഹം 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധി ആക്രമിച്ചപ്പോൾ, രാഹുൽ ഗാന്ധി ED അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ആക്രമിച്ചില്ലേ സോണിയാഗാന്ധിയെ? ശ്രീ ആഷിം, ഞാൻ അങ്ങേക്ക് അറിയാത്തതല്ലാന്ന് എനിക്കറിയാം, പക്ഷെ എന്തായാലും ഞാൻ അങ്ങയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഈ അങ്ങ് SFIയുടെ ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ദയവ് ചെയ്ത് അങ്ങ് ഇനി ഈ ഒരു ചർച്ചയിലും ഈ വിഷയത്തെ അത് വായിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഇതിനെതിരായിട്ട് എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ 166 പേജുള്ള റിപ്പോർട്ട് വായിച്ചു, വളരെ വിശദമായിട്ട് വായിച്ചു. വളരെ വിശദമായി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഈ 1 ലക്ഷം രൂപ കൊണ്ട് തുടങ്ങിയ ഒരു OPS, one person കമ്പനി, OPC ആണ് ഈ എക്സാലോജിക് എന്ന് പറയുന്നത്. ഒറ്റയാളാണ് അതിൻ്റെ കമ്പനിയുടെ എല്ലാം മുകൾത്തട്ടിൽ മുതൽ താഴെത്തട്ടി. എന്താണ് ആ കമ്പനിയുടെ ഉൽപ്പന്നം എന്നറിയാമോ? പ്രോഡക്റ്റ് ഇൻമെഗ് എന്ന ബ്രാൻഡിൽ സ്കൂളുകളുടെയും കോളേജുകളുടെയും ടൈം ടേബിൾ ഉണ്ടാക്കാനുള്ളൊരു സോഫ്റ്റ്വെയറാണ്. വളരെ വിശദമായി, വളരെ വിപുലമായി, വളരെ കൃത്യമായി SFIO പറയുന്നുണ്ട്. 12 പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് അവർ ഡീൽ ചെയ്തിട്ടുണ്ട്. അതിൽ CMRL ഒഴികെ ബാക്കി 11 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതിൽ സരസ്വതി വിദ്യാലയമുണ്ട്, തിരുവനന്തപുരത്ത് സരസ്വതി വിദ്യാലയമുണ്ട്, നമ്മുടെ നിംസ് ഉണ്ട്, നിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്കൊരു നമുക്കറിയാവുന്ന പോലെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ 12 കമ്പനികളുമായിട്ടാണ് ഒരു മൊത്തം ഡീൽ ചെയ്തിരിക്കുന്നത്. ആ 1 ലക്ഷം രൂപ വരുമാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആരംഭിച്ച കമ്പനിയുടെ ടേൺ ഓവർ പിന്നീട് 100 കോടിയായി വർദ്ധിക്കുന്നതും അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. വളരെ കൃത്യമായ ടേബുലർ ഫാമിൽ അതിനകത്ത് ഓരോന്നും അക്കമിട്ട് നിരത്തുന്നുണ്ട് SFIO. അതിനകത്ത് ഒരിടത്ത് പോലും ഒരു CPM നേതാവിൻ്റെയോ ഒരു CPMൻ്റെ അണിയുടെയോ പോലും പേര് പറഞ്ഞിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്യുവർ കേസ് അഗെയിൻസ്റ്റ് എൻ ഇൻഡിവിജ്വൽ ഹു ഹാഡ് ഡൺ സംതിങ് കറപ്റ്റ്. ആ കറപ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം അവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ SFIക്ക് എന്തുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? SFIO ഒൺലി ഡീൽസ് വിത്ത് കമ്പനീസ്, അതിനകത്ത് നടക്കുന്ന ഫ്രോഡുകളെക്കുറിച്ച്. അതുകൊണ്ടാണ് അവരുടെ പേര് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ SFIO അന്വേഷിച്ചപ്പോൾ 2 കമ്പനികൾ. ഇനി രസകരമായൊരു കാര്യം, എൻ്റെ ചോദ്യം ഇതാണ്, ഈ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന കമ്പനിക്ക് CMRLുമായിട്ട് എന്ത് ബന്ധം? അതാണ് എൻ്റെ ചോദ്യം. ആ സോഫ്റ്റ്വെയറാണ് അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഞാൻ ഈ ഏതോ ഒരു ചർച്ചയിൽ CPMൻ്റെ വക്താവ് ശ്രീ അഡ്വക്കേറ്റ് അരുൺകുമാർ പറയുന്നത് കേട്ടു, ടാലി, മൈക്രോസോഫ്റ്റ് ഓഫീസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളും കൊടുത്തു എന്ന് പറയുന്നു. ഇതിനു വേണ്ടി ഈ കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന OPCക്ക് കൊടുത്തിരിക്കുന്നത് 2.78 കോടിയാണ്. ഇപ്പോൾ എനിക്കൊരു മാരുതി കാർ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനൊരു മാരുതി കാർ വിൽക്കാൻ തീരുമാനിച്ചു. മാരുതി 800 കാർ എനിക്കുണ്ട്. ഞാൻ ആഷിം അരിയലിന് ഇത് നൽകാൻ തീരുമാനിച്ചു. ആഷിം അരിയൽ എനിക്ക് 1 കോടി രൂപയ്ക്ക് എൻ്റെ കാർ അങ്ങ് വാങ്ങുകയാണ്. അപ്പോൾ ഇത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ കള്ളപ്പണ ഇടപാട് നടത്താൻ വേണ്ടിയിട്ട് അങ്ങയോട് ഞാൻ പറഞ്ഞു എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി. കമ്പനി എന്നോട് ഇത്തരത്തിൽ ഒരാളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മാരുതി കാർ കൊടുത്ത് 1 കോടി രൂപ വാങ്ങിച്ചു, ഞാൻ ടാക്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞോടുകൂടി പ്രശ്നം തീരുമെന്നാണോ തോന്നുന്നത്? ഇറ്റ്സ് എ പ്യുവർ കേസ് ഓഫ് മണി ലോണ്ടറിങ്. അവിടെയാണ് ED വരുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ഞാൻ പറയുന്നതല്ല,
ഇവിടെ നിങ്ങൾ പറയുന്ന ഇനി ഇത്തരത്തിലൊരു ഒരു ഇടപാട് പിണറായി വിജയനാണ് നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾ വെളിയിറങ്ങി അടി ഉണ്ടാക്കിക്കോ. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സമുന്നതനായ നേതാവാണ്, അതിനകത്തൊരു രാഷ്ട്രീയമുണ്ടെന്ന് പറയാം. വീണ എന്തിനാണെന്ന് നിങ്ങൾ ആവശ്യമില്ലാതെ വീണയെ പിടിക്കുന്നത്. വീണ 1 രൂപ മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല CPM-ൽ. പോട്ടെ, ഇനി അങ്ങനെയാണെങ്കിൽ പോലും വെറും ഒരു അണിയല്ലാതെ അവർ ഏതെങ്കിലും CPM-ന്റെ എന്തെങ്കിലും ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ടോ? അതാണ്, അതൊക്കെയാണ് രസകരമായ കാര്യം. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ, ശ്രീ ഹാഷിം അരിയിലൊക്കെ വളരെ അക്കാഡമിക്കായി ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകൾ കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ താങ്കൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ വേറെ CPM-ന്റെ അന്തം കമ്മികൾ വന്നതൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല, കാരണം അവർക്കതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊരു അക്കാഡമിക് ബെൻഡുണ്ട്. ഞാൻ ഇതിനകത്ത് ഇതിൻ്റെ കൃത്യമായി വായിച്ചതിന് ശേഷം തന്നെയാണ് ഞാൻ എല്ലാ ചർച്ചകൾക്കും പോയിട്ടുള്ളത്. ഞാൻ പല ആളുകൾക്കും ഇത് അയച്ചു കൊടുത്തു. SFIയുടെ റിപ്പോർട്ട് എനിക്ക് കിട്ടുന്നത് ഒരാഴ്ചകൾക്ക് മുമ്പാണ്. അതെനിക്ക് എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഞാനത് അയച്ചു കൊടുത്തു, കാരണം ഇതെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് വെറും ഒരു ഇൻമെക് എന്ന് പറയുന്ന ബ്രാൻഡിൽ പുറത്തിറക്കിയിരിക്കുന്ന ഒരു സ്കൂൾ തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ CMRൽ എന്തിനാണ്? അവരെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ കരിമണലിൽ നിന്ന് പലതരത്തിലുള്ള കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതുകൂടാതെ ചരിത്രത്തിൽ ആദ്യമായി ശ്രീ ഹാഷിം അരിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, താങ്കളിൽ നിന്ന് ഞാൻ കടം വാങ്ങിച്ചു, ഒരു 50,000 രൂപ കടം വാങ്ങിച്ചു. എനിക്ക് പൈസ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് താങ്കളുടെ ഒരു സുഹൃത്തിന് ആ കടം വീട്ടുന്നതിന് വേണ്ടി എനിക്കൊരു 50,000 അല്ലെങ്കിൽ 1,00,000 രൂപ കടമായി തന്നിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 50 ലക്ഷം രൂപയാണ് ഈ പറയുന്ന കർത്തയുടെ ഭാര്യയുടെ ബാങ്കിങ് സെക്ടറിൽ നിന്ന് ഈ ഇവർ വാങ്ങിച്ചിട്ടുള്ളത്, വീണ വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ 4 ലക്ഷം രൂപയെ അവർ തിരിച്ചടച്ചിട്ടുള്ളൂ. വളരെ കൃത്യമായി SFIO പറയുന്നു ഇവർക്ക് 2 പേർക്കും എന്തിനാണ് സേവനം കൊടുത്തതെന്ന്. ഇനി അതിനകത്തുള്ള അതിനകത്ത് 10-22 വർഷക്കാലമായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള അവിടുത്തെ അക്കൗണ്ടൻറ്റ് അവർ പറഞ്ഞിരിക്കുന്ന മൊഴി വായിച്ചിട്ടുണ്ടോ? ആ മൊഴിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല എന്ത് സേവനമാണ് ഇവർ നൽകിയിട്ടുള്ളതെന്ന്. കർത്ത പറയുന്നില്ല. ബോർഡിനെ അറിയിച്ചിട്ടില്ലല്ലോ. ഇനി അതിനേക്കാൾ വലിയ രസമുണ്ട്. നേരിട്ടുള്ള ഡീലാണെന്നല്ലേ വീണ തന്നെ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. ഇതിനകത്ത് ATNA എന്ന് പറയുന്നൊരു മറ്റൊരു കമ്പനിയുമായിട്ട് CMRL ഇതേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ERP സൊല്യൂഷൻസ്. ERP സൊല്യൂഷൻസ് ആണ് വീണയും കൊടുത്തിട്ടുള്ളത്, ഈ ATNA എന്ന് പറയുന്ന കമ്പനിയും കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് പറയുന്നുണ്ട് 3.65 ലക്ഷം രൂപയാണ് ആകപ്പാടെ അതേ കാര്യത്തിന് വേണ്ടി അവർ കൊടുത്തിട്ടുള്ളത്. അതും പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് 9 മാസം കഴിഞ്ഞിട്ടാണ്. അവരുമായിട്ടുള്ള എല്ലാ ഇടപാടുകൾക്കും ഇമെയിൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഏത് കാര്യത്തിനും. ഇപ്പം നമ്മൾ തമ്മിൽ, ഞാൻ പറഞ്ഞ ആ മാരുതി കാറിൻ്റെ ഉദാഹരണം തന്നെ പറയുന്നു, നമ്മൾ തമ്മിൽ ഒരു ഡീഡ് വേണ്ടേ? ഞാൻ താങ്കൾക്ക് 1 കോടി രൂപയ്ക്ക് എൻ്റെ മാരുതി കാർ കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡീഡുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് ആ കേസെടുക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. എങ്ങനെയാണ് ഒരു 5 ലക്ഷം രൂപ വില വരുന്ന ഒരു മാരുതി കാറിന് താങ്കൾ എനിക്ക് 1 കോടി രൂപ തരുന്നത്? ഈ സിമ്പിൾ ലോജിക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ കേസ് റേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾ ഇനി എന്തെല്ലാം പറഞ്ഞാലും, ഇനി എന്തെല്ലാം നേതാക്കന്മാർ ഇതിനകത്തൊന്ന് പറഞ്ഞാലും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾ അപലപിക്കുമായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ കേസ് അപലപിക്കുമായിരുന്നു. എന്തുകൊണ്ട്? ഈ കേസ് അപലപിക്കുന്ന സാഹചര്യം എന്തായിരുന്നു? ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ആണ് EDയുമായി ബന്ധം. EDയുടെ എല്ലാ കേസുകളും കൃത്യമാണ്, എല്ലാ കാര്യങ്ങളും അവർ രാഷ്ട്രീയ പ്രേരിതമല്ലാതെയാണ് ചെയ്യുന്നൊരു അഭിപ്രായമൊന്നും ഞങ്ങൾക്കാർക്കൊന്നുമില്ല. പക്ഷെ നിലവിലത്തെ ഈ ഒരു കേസിനകത്ത് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഇത്രയും എവിഡൻസ് SFIO എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ബാക്കി ഇനി കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ പല കാര്യങ്ങളും പറയേണ്ടതുണ്ട്. അല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ മനസ്സിലാക്കുക, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഇടപാടുകളിൽ ഒരു സുതാര്യതയും ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള സുതാര്യതയും ഈ 2 കമ്പനികൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അതുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിനകത്ത് നേരത്തെ ഇവിടെ നേരത്തെ നമ്മുടെ SP പറഞ്ഞതുപോലെ 1600 കോടിയിൽ പരം രൂപയുടെ ലാഭം CMRL എന്ന് പറയുന്ന കമ്പനിക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുണ്ട്. 1600 കോടി. ഇവിടെ നന്ദു പറഞ്ഞല്ലോ ഇതിനകത്ത്, അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ NIA വരാനുള്ള സാഹചര്യം, നന്ദുവല്ല SP പറഞ്ഞ കാര്യമാണ്. ഞാൻ ജോസഫ് സാറ് പറഞ്ഞതിനോട് യോജിക്കുന്നു. NIA വരാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഇതിനകത്ത് നിന്ന് കൊണ്ടുപോയിട്ടുള്ള പല ഉപഘടകങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ഈ കരിമണലിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസ് അടക്കം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇപ്പോൾ NIA വരാനുള്ള സാധ്യതയെക്കുറിച്ച് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്, അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് ഈ കേസിനകത്ത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അന്വേഷിച്ച് പോയാലുണ്ടാകുന്നൊരു കുഴപ്പം ഇതാണ്.
അപ്പോൾ അതുകൊണ്ടാണ് വളരെ സീരിയസ് ആയി തന്നെ ഇതിനകത്ത് പല ആളുകളും ഇടപെട്ടതും. ശ്രീ പിണറായി വിജയൻ ഈ കാര്യത്തിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നിശബ്ദമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. തീർച്ചയായിട്ടും ഇത് ആരോ പറഞ്ഞതുപോലെ ഇത് അങ്ങ് ഇല്ലാതായി പോകുന്നല്ല, ആരും അറിയാതെ അങ്ങ് പോകേണ്ടിയിരുന്നൊരു കേസാണ് ഇവർ ചെയ്തിട്ടുള്ള ഈ മണ്ടത്തരം കൊണ്ട് ഇത്രയും വലിയ ഒരു വിഷയമായിട്ട് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ അവർ വന്നു, അന്വേഷിച്ചു പോയി, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ലീഗലാണ്. ഇത് ഇത്രയും ഒരു വലിയ രാഷ്ട്രീയ വിഷയം കൂടി ആകാൻ കേരളത്തിൽ ഇത് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അന്തം കമ്മികൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടാണ്. എന്തിനാണ് ഇത്രയും വലിയ മണ്ടത്തരം ഇവർ ചെയ്യുന്നത്? ആ മണ്ടത്തരം വലിയ മണ്ടത്തരമാണ് ഈ കാര്യത്തിനകത്ത് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ജയിലിടിഞ്ഞാൽ വെളിയിൽ വരാത്ത കേസാണ് ഇതിനകത്ത്, ആ വകുപ്പുകളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ED പോലുള്ള, ED മാത്രമല്ല, കേരളത്തിലെ മാത്രമല്ല, ഏത് കേന്ദ്ര ഏജൻസികൾക്കെതിരെയും ഏത് വ്യക്തിയും അവരെ നിയമം കയ്യിലെടുക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി പോകും. അവരുടെ ജീവിതം പാഴായിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യസന്ധമായിട്ട് പറയുന്നത്.